ഹായ്. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ? ഇന്ന് ഞങ്ങൾ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് എത്തിയേക്കണേ. ഇത് നല്ലൊരു സാധനമാണ്. കൊച്ചിനൊക്കെ എടുക്കാനുള്ള ക്ലോത്ത്, അതിനകത്തൊരു ബെഡ് പോലെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. ഇത് ഹാങ് ചെയ്തിടാനായിട്ട്. ഇത് നമുക്ക് ഇതിനകത്ത് ഡിറ്റാച്ചബിൾ ആണ്. അപ്പൊ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ എടുക്കാം. ഇതിന്റെ ഉള്ളിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നമുക്ക് ഈസിയായിട്ട് അത് വാഷ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് നമ്മൾ മേടിക്കുമ്പോൾ സെപ്പറേറ്റ് മേടിക്കേണ്ടത് ഈ സ്പ്രിങ് എനിക്ക് 250 തോന്നുന്നത്. പിന്നെ ഇതൊക്കെ ഇതിനോടൊപ്പം വരുന്നതാണ് ഈ മോസ്കിറ്റോ. പിന്നെ ഇതും സെപ്പറേറ്റ് നമ്മൾ മേടിക്കണം. ഇതെനിക്ക് എന്തുവാടാ ഈ ആയുധം? ഇതെന്താ പാറ്റന്റ് ആക്കോ? 850 ആണ് എഴുതിയേക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഫുള്ളി കണക്റ്റഡ് ആണ്. അതിപ്പോ നമ്മള് കണക്ട് ചെയ്തു. സ്പ്രിങ് ഇവിടെ കണക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങോട്ട് കണക്ഷൻ. എപ്പോഴും തോന്നിയിരിക്കുന്നത് ഈ മെഷ് ഇവളുടെ ഹെഡിന്റെ പോർഷനിലേക്ക് വെക്കാനായിരിക്കും നല്ലത് തോന്നിയിട്ടുണ്ട്. കാരണം എയർ കുറച്ചുകൂടി പാസ് ചെയ്ത് കിട്ടാനായിട്ട് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ആദ്യം അത് ശ്രദ്ധിച്ചിരുന്നില്ല. ഞങ്ങള് ഇവിടെ കിടത്തിയിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും സ്വെറ്റ് ആയിട്ടുണ്ടാവും. തലയൊക്കെ മുടിയൊക്കെ ആകെ കുളിച്ച പോലെ. അപ്പൊ AC ഇട്ടിട്ട് പോലും ഇതാണ് സിറ്റുവേഷൻ വരാം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഈ സൈഡിലേക്ക് ആയിരിക്കണം ഹെഡ് വെക്കേണ്ടത്. പിന്നെ തുണിയുടെ ഒരു പ്രത്യേകതയുണ്ട്. കുറച്ച് പോളിസ്റ്റർ മിക്സ് തുണിയാണ്, അതുകൊണ്ടായിരിക്കാം ചൂടെടുക്കണത്. അപ്പൊ നമ്മൾ ഇടയ്ക്ക് കോട്ടൺ തുണി വെച്ച് കൊടുക്കാറുണ്ട്. ഈ 2 സ്റ്റോപ്പേഴ്സ് ഉള്ളതും നല്ലതാണ്. കൊച്ചു പുറത്തോട്ട് പെട്ടെന്ന് നിങ്ങൾ ചാടി പോവില്ല. പിന്നെ ഈ മോസ്കിറ്റോ മെഷ് ഇത് എങ്ങനെ വെക്കാനാവും എങ്ങനെയാണെന്ന് തോന്നി. താഴെ കൂടെയാണോ? ഈശ്വരോ, ഇതെന്തൊരു പാട്! പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. സക്സസ്ഫുള്ളി. പക്ഷേ ഇവിടെ ഒരു സിബ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. ഈ സിബ് നമുക്ക് ഇങ്ങനെ ഇട്ട് എന്നാലും ശരിയല്ലല്ലോ. എനിക്കതല്ല പ്രശ്നം, ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ. ഇത് താഴേക്കേ വരണ്ട. ഇതിന്റെ ഫ്രില്ല് കണ്ട ഈ സാധനം മുകളിലും. വീണ്ടും ഇത് ഊരുക. അതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചിട്ട് ഇത് ഇങ്ങനെ ചെയ്യാം. ഈ ഒരു ആക്ഷൻ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ ഇങ്ങനെ ഇവിടെ ഇത് ടൈറ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിങ്ങനെ ടൈറ്റ് ആവും. താഴെ നമുക്ക് സിബ് വരുന്നുണ്ട്. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ചുളിയൊക്കെ കൊടുത്ത് ഇവിടെ ഒരു സിബ് വന്നിട്ടുണ്ട്. സിബ് വെച്ചിട്ട് ഫുൾ ലോക്കായി കിടന്നോളൂ. ഇവർക്ക് ഇപ്പൊ അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഇവർ ഉറങ്ങാനുള്ള സെറ്റപ്പ് അല്ല, ഉറങ്ങി എണീറ്റ്. കൊതുക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരുവിധം കാറിൽ പോണിടത്തൊക്കെ നമ്മളിത് കൊണ്ടുപോകാറുണ്ട്. പക്ഷെ അതായി മാത്രം ഡിപ്പെൻഡ് ആക്കണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അപ്പൊ ഇടയ്ക്ക് ഞാൻ ഈ വേർക്കണ കാരണം കുറച്ച് കഴിയുമ്പോൾ ബെഡിൽ കയറ്റി എടുത്തും. അപ്പൊ നമ്മളൊപ്പം വേണം താനും. നമ്മള് കുറച്ചിപ്പോ മറയണൊക്കെ 7 months ആയി. അപ്പൊ മറഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ബെഡിൽ കിടത്തുമ്പോ കൂടെ കിടക്കണം എപ്പോഴും. അല്ലാത്തപ്പോ ജസ്റ്റ് ഇതിൽ കിടത്തിയിട്ട് ഡീപ് സ്ലീപ്പ് ആയതിനു ശേഷമാണ് കിടത്താറ്. ഇത് ലിയാൻസം വാങ്ങിച്ചോണെന്ന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയായിരുന്നു. എനിക്കാണ് ക്രാഡില് ഒരു 1500 റേഞ്ച്. ഇതെല്ലാം മേടിക്കാതെ അത് ഒരുമിച്ച് തന്നെ വാങ്ങേണ്ടി വരും. ഫസ്റ്റ് ഹഗ് ഇതിനെക്കാട്ട് റേറ്റ് കുറവാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് റേറ്റ് അതിൽ എഴുതിയാണത് വിൻഡോ ഹാങ്ങർ എന്നാണ്. ഇതിന് മാത്രല്ല പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം. ഞാൻ കണ്ടിട്ടുണ്ട് ചില വീഡിയോയിലൊക്കെ പിള്ളേർ വലുതായി കഴിഞ്ഞ ശേഷം ഇതിനകത്ത് വേറെ കണക്ട് ചെയ്ത് ബാഗുകളും ഒക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പൊ ഭാവിയില് വേറെ തോന്നുന്നു.
ഇതിനെ പറ്റി ഇത്രയാണ് പറയാനോ. ഇത് ഉപയോഗം കഴിഞ്ഞാൽ അടുത്ത കൊച്ചുങ്ങളുള്ള വീട്ടിൽ തിരിച്ചു കൊടുക്കും, അവർക്ക് യൂസ്ഫുൾ ആക്കുക. അല്ലാതെ വീട്ടിൽ ഈ സാധനം വീണ്ടും വെച്ച് വൃത്തിയിലാക്കലൊക്കെ അതാണ്. പഴയ സാധനങ്ങളൊന്നും വെക്കാൻ എടുത്ത് മാറ്റുക. ശരി, താങ്ക് യു.